സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, യാ റബ്ബി, അള്ളാഹുവേ, മിമ്മനി ദവാ, ആരാണ് പടച്ചവനെ മരുന്ന് നൽകുന്നത്? ഖാല മിന്നി, അള്ളാഹുവിൻ്റെ മറുപടി, ഞാൻ തന്നെയാണ് മരുന്ന് നൽകുന്നത്. ഫമാ ബാലു ത്വബീബ്, എന്നാൽ പിന്നെ എന്തിനാണ് ഡോക്ടർ? റജുലുൻ ഉർസില ദവാഉ അലാ യദൈഹി, ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാളുടെ കരങ്ങളിലൂടെയാണ് ഈ മരുന്നിനെ ഞാൻ അയക്കുന്നത്. ഈ മരുന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ ഡോക്ടറുടെ കയ്യിലൂടെയാണ്, പഠിച്ച ആളുകളുടെ കയ്യിലൂടെയാണ്. അവർക്കതറിയാം ഈ രോഗത്തിന്, ഏത് രോഗത്തിന് ഏത് മെഡിസിനാണ് കൊടുക്കേണ്ടത് എന്ന്. ആ ദവാ എൻ്റേതാണ്, എൻ്റെ ദവാ ഞാൻ ഡോക്ടറുടെ കയ്യിലൂടെ എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതേപോലെ മനോഹരമായൊരു ചോദ്യം സയ്യിദുന മൂസ അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, യാ റബ്ബ് മിമ്മനി ദവാഉ വശിഫാ, ആരാണ് പടച്ചവനെ മരുന്ന് നൽകുന്നതും ശിഫ നൽകുന്നതും ആരാണ് റബ്ബേ? ഖാല മിന്നി, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മറുപടി, ഞാൻ തന്നെയാണ്. ഫമാ യസ്നഉൽ അത്തിബ്ബ, ചില റിവായത്തിൽ ഫമാ ബാലുൽ അത്തിബ്ബ, എന്നാൽ പിന്നെ എന്തിനാ ഡോക്ടർമാർ? ശിഫ നൽകുന്നതും മരുന്നൊക്കെ നീയാണെങ്കിൽ പിന്നെ എന്തിനാണ് പടച്ചവനെ ഡോക്ടർമാർ? ഖാല യഅകുലൂന അർസാഖഹും, അവരവരുടെ റിസ്ക് തേടുകയാണ്. അതവർ ഒരു പ്രൊഫഷനാണ്, അതവരുടെ റിസ്ക് ലഭിക്കാനുള്ളൊരു മാർഗമാണ്. അതോടൊപ്പം വയുതയ്യിബൂന ഖുലൂബ ഇബാദി ഹത്താ യഅതിയഹും ശിഫാഇ ഔ ഖലാഇ, എൻ്റെ ഖലാഓ അല്ലെങ്കിൽ എൻ്റെ ഷിഫാഓ വരുന്നത് വരെ മനുഷ്യർക്ക് ആശ്വാസം നൽകാനും ഡോക്ടർമാർക്ക് പറ്റും. അതന്നെ അവർ ചെയ്യുന്ന പണി. രോഗം നൽകുന്നത് അവർ, രോഗം ഷിഫയാക്കുന്നത് ഡോക്ടറാണോ? അല്ല. സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന രംഗമാണ് ആരോഗ്യം നഷ്ടപ്പെടുന്ന സമയം. വെന്റിലേറ്ററിലോ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലോ മനുഷ്യന് മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരുമ്പോൾ, ഒരു മേജർ ഓപ്പറേഷന് വിധേയമാകേണ്ടി വരുമ്പോൾ, അതും തന്നെ ഡോക്ടർമാർ സക്സസ് ആകുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. നമുക്കൊന്ന് ചെയ്തു നോക്കാം, നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ ഒപ്പിട്ട് തരികയാണെങ്കിൽ ഞങ്ങളത് ചെയ്യാം, ഇങ്ങനെ പറയുള്ളൂ. ആ സർജറിക്ക് വിധേയമാകുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരൊക്കെ മാലാഖമാരോ വടച്ചവന്മാരൊക്കെ ആയിട്ട് ചില ആളുകൾ കാണും. കാരണം മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണത്. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയല്ല. മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു ജല്ല ജലാലുവിലേക്ക് തവക്കുലാക്കണം. അല്ലാഹുവേ, എന്നെ ചികിത്സിക്കുന്ന ഈ ഡോക്ടർക്ക് ഒരസുഖം വന്നാൽ ഷിഫയാക്കേണ്ടത് നീ തന്നെയാണ്. ഡോക്ടർക്ക് ഷിഫയാക്കാൻ കഴിയില്ല. മരുന്ന് ശരീരത്തിലേക്ക് ഏറ്റാൽ പോലും ആ മരുന്ന് പ്രവർത്തിപ്പിക്കേണ്ടത് അല്ലാഹുവേ നീയാണ്. അപ്പോൾ ഡോക്ടർമാരെ കാണുമ്പോൾ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവും. ഹത്താ യഅതിയഹും ശിഫാഇ ഔ ഖലാഇ, ഒന്നുകിൽ എൻ്റെ ശിഫ അവർക്ക് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ അലംഘനീയമായ എൻ്റെ ഖലാ, മരണം അവിടെ സംഭവിക്കും. ഇത് രണ്ടാലൊന്ന് സംഭവിക്കുന്നത് വരെ മനസ്സിന് സമാധാനം നൽകുന്ന ഡ്യൂട്ടി കൂടെ ആരുടേതാണ്? ഡോക്ടർമാരുടേതാണ്. നാട്ടിലൊക്കെ അങ്ങനെ ഉമ്മാരുണ്ടാവും, വല്യന്മാരൊക്കെ. അവർക്ക് സ്ഥിരം ഒരു ഡോക്ടർ, ആ ഡോക്ടറെ കണ്ട അവരെ പനി മാറും, അവരെ വയറുവേദന മാറും, അവരുടെ അസുഖം മാറും. ആ ഡോക്ടറെ അടുത്തേക്ക് പോയില്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇന്ന ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ പോരായിരുന്നോ, ആ ഡോക്ടറല്ലേ എന്നെ ചികിത്സിക്കാറ്. മരുന്ന് പോലും കഴിക്കേണ്ടി വരില്ല, കണ്ടാൽ തന്നെ സമാധാനമാവും. സുബ്ഹാനല്ലാഹ്, ശിഫ നൽകുന്നത് അല്ലാഹുവാണ്. മനുഷ്യരുടെ മനസ്സിന് ആശ്വാസം നൽകാൻ ഡോക്ടർമാരെ കൊണ്ട് കഴിയും. ചോദിക്കൂ, ഡോക്ടറെ എൻ്റെ അസുഖം മാറൂലേ? ഡോക്ടർ പറയും മാറും ഇൻഷാ അല്ലാഹ്. നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, പത്തേക്ക് കൊണ്ടടക്കുന്നുണ്ടല്ലോ, മാറും. ആശ്വസിപ്പിക്കാനേ കഴിയൂ. തീർത്തു പറയാൻ കഴിയുമോ മാറുമെന്ന്? പറ്റില്ല. അവർ മാറില്ല എന്ന് പറഞ്ഞ, രോഗം ശിഫയാകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ എത്രയോ അസുഖങ്ങൾ മാറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ഇടപെടുന്നത് മരുന്നല്ല, മരുന്നിലൂടെ അള്ളാഹുവിൻ്റെ ഇലാഹിയായ ഇടപെടലാണ് നടക്കുന്നത് എന്ന് മനുഷ്യന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. ഹത്താ യഅതിയഹും ശിഫാഇ ഔ ഖലാഇ, അള്ളാഹുവിൻ്റെ ഖലാ അവിടെ സംഭവിക്കാനാണ് റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല.